തൃപ്രയാർ നാട്ടിക ജപ്തി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. രാവിലെ വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കവയിത്രിയും ആക്ടിവിസ്റ്റുമായ ബൾക്കീസ് ബാനു ഉദ്ഘാടനം ചെയ്തു. ജാഥ തൃപ്രയാർ നാട്ടിക, തളിക്കുളം, പത്താങ്കല്ല്, വാടാനപ്പള്ളി, കണ്ടശങ്കടവ്, പടിയം, പുത്തമ്പീടിക, അന്തിക്കാട്, ആൽ, കാഞ്ഞാണി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി സമാപിച്ചു. ജനറൽ കൺവീനർ MA ലക്ഷ്മണൻ, കുമാർ TR, രമേശ്, സുബ്രൻ ഏങ്ങണ്ടിയൂർ, നീതു തളിക്കുളം, ഷൈനി ഏങ്ങണ്ടിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിവൃത്തിയില്ലാത്തവനാണല്ലോ ലോൺ എടുക്കുക. കഴിവുള്ളവന് ലോൺ എടുത്ത് വീട് വയ്ക്കേണ്ട കാര്യമില്ല. ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ കഴിയാഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇവര് എടുത്തതിനേക്കാൾ തുക അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പലിശ അടക്കം അവർ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഉള്ള ഇത് ഗഡു കൊടുക്കാതെ, ഗഡുക്കളായിട്ട് അടയ്ക്കാൻ പോലും സമ്മതിക്കാതെ ഒറ്റ സ്ട്രക്ചറിൽ തന്നെ ഇത് അടച്ചു തീർക്കണമെന്നൊരു പിടിവാശി ബാങ്കുകൾ പുലർത്താറുണ്ട്. 2002 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് സർഫേസ് നിയമം കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയാണ്? ബാങ്കിന് പൂർണ്ണ അധികാരം നൽകുന്ന ഒരു നിയമമാണ് ഈ സർഫാസി നിയമം. അതായത് കടമെടുക്കുന്ന ജനതയ്ക്ക് 3 സെന്റും 4 സെന്റും ഉള്ളവരാണ് കൂടുതലായിട്ടും കടമെടുക്കുന്നത്. അപ്പോൾ അത് കഴിവില്ലാത്തവനാണ്. ഇവിടെ നമ്മൾ ഭവനരഹിത കേരളം അല്ലെങ്കിൽ ഭൂരഹിത കേരളം സൃഷ്ടിക്കുമ്പോൾ അപ്പുറത്ത് ഇത്തരത്തിൽ ബാങ്കുകൾ മുഖേന ഭൂരഹിതരാക്കപ്പെടുന്ന, ഭവനരഹിതരാക്കപ്പെടുന്ന ധാരാളം ജനത അപ്പുറത്തൊരു വിഭാഗത്തിൽ ഉണ്ട് എന്ന കാര്യം സർക്കാർ